ഹലോ, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഫ്യൂസ് ആയിട്ടുള്ള ഒരുപാട് ബൾബുകൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു ബൾബാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ ഈ ബൾബൊക്കെ സാധാരണ എടുത്ത് കളയാറല്ലേ പതിവ്. അപ്പോൾ ഇനി കളയുമൊന്നും വേണ്ട കേട്ടോ. ഈ ബൾബ് വെച്ചിട്ട് നമുക്ക് സൂപ്പറായിട്ടുള്ളൊരു വർക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ ഞാൻ ഈ ഒരു സാധനം കൂടി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ തോട്ടിൽ പോയപ്പോൾ അവിടെ കിടന്നിട്ടുണ്ടായിരുന്ന ഒരു കുഞ്ഞുങ്ങളുടെ ഒരു ടോയ് ഉണ്ടല്ലോ, ഊത്ത് പി പി എന്നൊക്കെയാണല്ലോ ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് പൊട്ടിപ്പോയിട്ട് ഇതിൻ്റെ ഒരു പാർട്ടാണ് കേട്ടോ അവിടെ കിടന്നിരുന്നത്. അപ്പോൾ ഞാനിത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ബൾബും ഈ ഒരു ടോയുടെ ഒരു ഭാഗം കൂടെ വെച്ചിട്ട് നമ്മളൊരു സൂപ്പറായിട്ടുള്ള ഒരു വർക്ക് ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ പൊട്ടിയ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലുള്ളൊരു കത്തിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഈ പൊട്ടിയതിൻ്റെ കുറച്ചൊരു മുകൾ ഭാഗത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാമെന്നൊക്കെ ഞാൻ ശ്രമിച്ച് നോക്കി, പക്ഷെ പറ്റുന്നില്ല. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യുന്നത് വെച്ചാൽ ഈ കത്തി ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് ഈ ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് പിടിച്ചു കൊടുത്തപ്പോൾ നന്നായിട്ട് നമുക്കിത് കട്ട് ചെയ്ത് നല്ലൊരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ജസ്റ്റ് കൈയൊന്നും പൊള്ളാണ്ട് ഇതുപോലെ ചെയ്ത് വയ്ക്കാൻ മതി കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മളിതാ ഈ ബൾബ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് കയറ്റി വെച്ച് കൊടുക്കുവാണേ. കുറച്ച് ടഫായിരുന്നു. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതാ ഇതുപോലെയൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സംഗതി എന്താണെന്നൊക്കെ ഏകദേശം പിടികിട്ടി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഉറപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലൂ വെച്ചും കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. സൂപ്പർ ഗ്ലൂവിൻ്റെയൊക്കെ ഒരു ചേട്ടനാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ അതും കൂടെ ജസ്റ്റ് ഈ ഒരു ഭാഗത്തായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇളവി വരാതെ തന്നെ നന്നായിട്ട് ടൈറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ നമ്മളിതായി നന്നായിട്ട് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനൊരു കുപ്പിയുടെ ഒരു അടപ്പാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതുകൂടി നമുക്ക് ഈ താഴ്ഭാഗത്തായിട്ട് നമുക്കിതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഒരു സൂപ്പറായിട്ടുള്ള ഒരു ഫ്ലവർ വൈസാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലവർ വൈസിൻ്റെയൊക്കെ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. എന്താ നമുക്ക് ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു സൂപ്പറായിട്ടുള്ള ഒരു ചെറിയൊരു കുഞ്ഞി ഫ്ലവർ വൈസിൻ്റെ ഒരു മോഡലാണ് കേട്ടോ. നമ്മളൊരു ടോയും അതുപോലെ തന്നെ ഫ്യൂസായ ഒരു ബൾബും ഒരു കുഞ്ഞടപ്പം വെച്ചിട്ട് തയ്യാറാക്കി വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് നല്ല ബ്യൂട്ടിഫുള്ളാക്കി എടുക്കാം. അപ്പം ഞാൻ ആദ്യം ഇതിനൊരു ക്രീം കളർ പെയിൻ്റാണ് കേട്ടോ കൊടുക്കുന്നത്. ഇതുപോലുള്ളൊരു ഷെയ്ഡാണ്. അത് നമ്മൾ ഈ ബൾബിൻ്റെ ഈ താഴ്ഭാഗത്തായിട്ടാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് കുറച്ച് എൻ്റെ നെയിൽ പോളിഷൊക്കെ പിടിച്ചിരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചുരണ്ടി മാറ്റിയതിന് ശേഷം നമുക്ക് ഈ പെയിൻ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളും കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ആ ബൾബിൻ്റെ ഷേപ്പിൽ മാത്രമേ ആ ക്രീം കളർ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ മുകളിലേക്ക് നമ്മൾ ടോയുടെ ആ സെയിം കളർ തന്നെയാണ് കേട്ടോ ഉപയോഗിച്ചേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ വേറെ കളർ കോമ്പിനേഷനിലും ചെയ്യാം, പക്ഷേ ഞാൻ ഈ സെയിം കളർ തന്നെ എടുത്തു കേട്ടോ. അപ്പോൾ അതുകൂടി നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെയുള്ള അടപ്പിലും കൂടി നമ്മൾ സെയിം ബ്ലൂ കളർ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്കിതിനെ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സ്റ്റോണിൻ്റെ കുറച്ച് ലൈസൊക്കെ ഉണ്ട്. ഇതും കൂടിയൊക്കെ നമുക്ക് വെച്ചൊന്ന് സൂപ്പറാക്കി എടുക്കാം. നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, എല്ലാ വർക്കും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഫ്യൂസ് ആയിട്ടുള്ള ഒരു ബൾബും ഒരു ടോയും വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുഞ്ഞി ഫ്ലവർ വൈസ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഫൈനൽ ലുക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. അത്രയൊക്കെ ഉള്ളൂ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ. താങ്ക്